ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ്. നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും ഉള്ളു തോന്നിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അതുമാത്രമല്ല, നിങ്ങളുടെ തലയിൽ നന്നായിട്ട് താരനുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണിത്. പിന്നെ നിങ്ങളുടെ മുടിക്ക് കറുപ്പ് കളറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ല കറുപ്പായിട്ട് വരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും പുതിയതായിട്ട് മുടികൾ വളർന്നു വരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പാക്കാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഹെയർ പാക്കിൽ അടങ്ങിയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാക്ക് ഉണ്ടാക്കാൻ നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചെമ്പരത്തി പൂവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ മൊട്ടോ ആണ്. അപ്പോൾ എനിക്ക് പൂവായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ മൊട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ചുവന്ന ചെമ്പരത്തി തന്നെ എടുക്കണോ നല്ല റിസൾട്ട് കിട്ടാൻ. ഞാൻ സാധാരണയായിട്ട് ഹെയർ കെയറിലൊക്കെ ചെയ്യുമ്പോൾ ചുവന്ന ചെമ്പരത്തിയാണ് എടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെമ്പരത്തിക്ക് എല്ലാത്തിനും ഏകദേശം ഒരേ ഗുണം തന്നെയാണ്. കളറിൽ മാറ്റം ഉണ്ടെങ്കിലും ഗുണങ്ങൾ ഒരുപോലെ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ചുവന്ന ചെമ്പരത്തി എടുക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. അപ്പോൾ നമ്മുടെ 2 ഇൻഗ്രീഡിയൻറ്റും ആയിട്ടുണ്ട്. തൈരും ചെമ്പരത്തി പൂവും മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ എത്ര വേണോ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചുള്ള അളവിൽ തൈര് എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് എടുത്തു. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തി ഇട്ട് കൊടുക്കുക. പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ തുടച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയോണ്ട് കഴുകുന്നില്ല. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. നല്ല ക്രീം പോലെയായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടും ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ള താരൻ്റെ ശല്യം മാറിക്കിട്ടാൻ നല്ലതാണ്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് താരൻ ഉണ്ടാവുന്ന നമ്മുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ തൈരിൽ നമ്മുടെ മുടിയൊക്കെ മോയ്സ്ചർ ചെയ്യാനുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയും സ്കാൽപ്പും എപ്പോഴും മോയ്സ്ചറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി താരനുണ്ടെങ്കിലും അത് മാറിക്കിട്ടാനുള്ള ഗുണങ്ങളൊക്കെ തൈരിലുണ്ട്. അതുപോലെ തന്നെയാണ് ചെമ്പരത്തി പൂവ് യൂസ് ചെയ്യുന്നതും. താരൻ മാറാനും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും പുതിയതായിട്ട് മുടികൾ വരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ചുരുങ്ങിയത് അരമണിക്കൂർ വെക്കുക കേട്ടോ. എങ്കിലേ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിന് നമുക്ക് നല്ല റിസൾട്ട് തരാൻ പറ്റുള്ളൂ. പിന്നെ നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. ചെമ്പരത്തിയൊക്കെ യൂസ് ചെയ്യുന്നത് തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ 10 മിനിറ്റിൽ കൂടുതലായിട്ട് വെക്കേണ്ട. അല്ലാത്തവർ അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വയ്ക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. പിന്നെ തൈര് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തു എന്ന് വെച്ച് നമ്മുടെ മുടി ഇത് ഡ്രൈ ആക്കുകയൊന്നുമില്ല. നല്ല മോയ്സ്ചറായിട്ട് തന്നെ വയ്ക്കും. അപ്പോൾ ഹെയർ ഓയിൽ ഓപ്ഷനിലാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അരമണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അതുകൂടാതെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമാണ്. അപ്പോൾ നല്ലൊരു മുടി വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താരനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളറൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്